അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ വീണ്ടും പാടത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കൃഷിയിലേക്ക് പോവുകയാണ്, കൃഷിയിടത്തേക്ക്. ഇതാണ് കൊള്ളി നനയ്ക്കാനുള്ള സ്ഥലം. ഇനി മോട്ടോർ വരെയൊക്കെ പോകണം, അതിനുള്ള നോക്കട്ടെ. അപ്പോൾ ഇന്ന് കൃഷിയിടം നനയ്ക്കാൻ വരികയാണ്. കൃഷിയിടത്തിലെത്തി. മോട്ടോർ വരെയാണത്. അപ്പോൾ ഇന്ന് നനയ്ക്കേണ്ട ഭാഗമാണ് നോക്കാൻ പോവുകയാണ്, ഏത് ഭാഗത്താണ് നനയ്ക്കേണ്ടത് എന്നുള്ളത്. ഈ ഭാഗത്ത് നനയ്ക്കാറായിരിക്കണം. അടുത്തതായിട്ടുള്ള സ്ഥലം പോയി നോക്കട്ടെ. ഇവിടെ നനയ്ക്കാനുള്ളത്. അതെ, ഇവിടെ ചീരകൃഷിയാണ്, അതാണ് നനയ്ക്കാനുള്ളത്. ചീരകൃഷി ഇവിടെ കാട്ടുപന്നി ഓടിയിട്ട് ആകെ ഇതായിയാണ് കേട്ടോ. അത് വേറെ. പിന്നെ കൊള്ളിയാണ് തിരിക്കാനുള്ളത്. കൊള്ളി അതും തിരിക്കാറായിരിക്കണം. ഈ രണ്ട് ഭാഗത്താണ് തിരിക്കാനുള്ളത്. അപ്പോൾ മോട്ടിട്ടിട്ട് കൈക്കോട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഇവിടെ വെള്ളത്തി. അപ്പോൾ അതിന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെ കയറ്റി. ആദ്യം കൊള്ളി തിരിക്കാൻ ചില പ്ലാനിങ്ങിലാണ് ഉള്ളത്. അവിടുന്ന് കുറേ വെള്ളം പൊട്ടി പോക്ക് തുടങ്ങിയേക്കണ്. കൺട്രോൾ ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ ഇതൊക്കെയാണ് തുറന്നിട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇനി റെക്കോർഡ് ചെയ്തോ. ഇത് ഏതുവരെ എത്തി എന്നുള്ളത് നോക്കാനാണ് ഇപ്പോൾ നോക്കണത്. ഇവിടെ കാട്ടുപന്നി ഇങ്ങനെ കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളം ഇതുവരെ എത്തിയിട്ടുള്ളൂ, കുറച്ചും കൂടി കണ്ട് എത്താനുണ്ട്. അപ്പോൾ നോക്കി നോക്കുക. നിറച്ച് കാട്ടുപന്നി കുത്തി നോക്കിയാണ്. ഒരു ഇതൊക്കെ തുറന്ന് നോക്കിയാണ്. പാകമായിട്ടും കൂടി ഇല്ല. കടണ്ടായിട്ടുണ്ടാവില്ല, കടണ്ടായിണ്ടാവില്ല. അതിന് മുന്നേ തന്നെ അവർ തുടങ്ങിയേക്കണ അക്രമം. വെള്ളം എത്തുന്നില്ല, എവിടെ പൊട്ടിയിട്ടുണ്ട് നോക്കട്ടെട്ടാ. സ്ഥിരമായി വരുന്ന ഒരു കൊക്കാണ്. 1, 2, 3 വരാനുണ്ട്. നമ്മൾ തിരിക്കുന്നതിനൊപ്പം പ്രാണികളെ പിടിക്കാനായിട്ട് വന്നിക്കണാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് തിരിക്കാനൊന്നും എനിക്ക് അറിയില്ല. ഞാനും പഠിച്ചു തരണുള്ളൂ. ഇതെങ്ങനെയൊക്കെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. കാർന്നതിലെ കൃഷിയിലാണ്. ട്രാക്ടറിന്റെ പോലെ എങ്കിൽ ട്രാക്ടറിന്റെ പോലെ. എല്ലാത്തിക്കും പൊട്ടിച്ചാ മതി. ആദ്യം കൊക്കുകൾക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ പേടിയൊന്നുമില്ല. ഇപ്പോൾ ഏത് വീട്ടുകൾക്ക് അടക്കം കയറി വരുന്നുണ്ട് കൊക്കുകൾ. വെറുതെ പണി കൊടുക്കാനാണ്. വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് നടക്കുമ്പോൾ നനച്ചോളാൻ പറഞ്ഞിട്ട് വിട്ടേക്കാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒക്കെ പൊട്ടിക്കും. ഒരു ബക്കറ്റാണ്ട് കൊടുത്തപ്പോൾ മുക്കിയിട്ട് നനച്ചുകൊണ്ടിരിക്കും. കൃഷ്ണ, അപ്പോൾ ഇതാണ് പൊട്ടിപ്പോണാണ് പ്രശ്നം. വെള്ളം കറക്റ്റായിട്ട് കിട്ടില്ല. മൊത്തത്തിൽ തുറന്നിട്ട് പോയാൽ കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. ഇതാണെങ്കിൽ ഇതിൽ കൂടെ നടക്കാൻ പറ്റില്ല. കാരണം ഈ തുരപ്പന്മാർ തുറന്നിട്ടേ ആകെ കാലട് വെക്കുമ്പോൾ അറിയാതെ താന്നു പോകും. അതാണ് ഇതിൻ്റെ സ്ഥിതി. അപ്പോൾ നമ്മളെ ഏട്ടൻ്റെ മോളാണ് ക്യാമറ ചെയ്യണത്.
അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത ഇടം. കൃഷി നനക്കാനുള്ള ഭാഗം ഈ ഭാഗമാണ്. അപ്പോൾ മോട്ടർ അതിലടക്കുന്നേ പൈപ്പ് ഒന്ന് ലൂസായി ഊരി താഴെ വീണ്. അപ്പോൾ അതിൻ്റെ വകയിലത് പോയൊക്കെണ്ടുന്നത് വെള്ളം ഒന്ന് വരവ് കുറവുന്നപ്പോഴാണ് പോയൊക്കിയത്. അപ്പോൾ ഇവിടെ എത്തി. ഏത് ഇതാ കുറച്ച് ഒരു മരം വീണതാണ്. ഒരു കിണറുണ്ട് ഇവിടെ. ആ കിണറ്റിലെ ചെടിയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്. നോക്കി വെക്കുക. അതിലിടക്ക് പാടം, നമ്മുടെ പാടത്തിൻ്റെ കുറച്ച് മനോഹര ഭാഗമാണ് കാണുന്നത്. ഇതാ വീണ് കിടക്കുന്ന മരമാണ്. ഇത് കൃഷിയിടത്തിലേക്ക് തന്നെ വീണ്ടും. അപ്പൊ ഏകദേശം നമ്മളെ തോട്ടം തിരി കഴിയാറായി തുടങ്ങിയേക്കണ്. പുള്ളി ഇനി കുറച്ച് പേരും കൂടി ഇരിക്കാനുള്ളൂ. ബാക്കി സ്വയം പൊട്ടി പോയേക്കണ്. നമ്മൾ ഇരിക്കാണ്ട് മുന്നേ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഇവിടെയും വെള്ളം നിറഞ്ഞേക്കണ്. പൊട്ടി 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 പോയിട്ട്. അപ്പോ ഇവിടെ നമുക്ക് ചെരുപ്പിടാതെ തന്നെ നടക്കാൻ പറ്റുള്ളൂ, കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങണ കാരണം. പക്ഷെ നിറച്ച് തൊട്ടവാടിയുടെ മുള്ള പരിചയത്തിലുള്ള കാരണം തന്നെ കാൽമൊക്കെ കുത്തി കയറിയിട്ടേ നല്ല വേദന ഉണ്ട്. ഏകദേശം തിരി കഴിയാറായി. ഇന്ന് പാക്കപ്പ് ഇന്നത്തെ തിരി കഴിയാൻ പോവാണ്. കുറച്ച് ഭാഗം കൂടെ ഇനി ഉള്ളൂ. മോട്ടറൊക്കെ ഓഫാക്കി ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് നേരെ അപ്പുറം പോയിട്ട് തിരിക്കുക, ഒരു കണ്ടത്തിലേക്കാണ്ട് തുറന്നിടുക, അവസാനിപ്പിക്കുക. അതാണ് ചെയ്യാനുള്ളത്. ഇവിടെ പിന്നെ തിരിക്കേണ്ട ആവശ്യം വന്നില്ല. കുട്ടി മോള് വന്നിട്ട് തന്നെ അത്യാവശ്യം വെള്ളം അങ്ങോട്ട് പൊട്ടിച്ചിട്ട് താമ തൂമാക്കിയിരുന്നു. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഇന്നത്തെ തിരി ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പിന്നെ കുട്ടിക്കൊക്കെ മതിയായിക്കണ്. കുറെ നേരം ഇവിടെ നടന്നപ്പോഴേ. ഇനി നേരെ ഏതെങ്കിലും ഇതിക്കാണ്ട് പൊട്ടിച്ചിടുക, നേരെ വീട്ടിലേക്ക് പോവുക. അത്ര ചെയ്യാനുള്ളൂ. അടുത്ത് ഇനി ബാക്കിയൊക്കെ നാളെയാണ്. ഇനി അടുത്ത ദിവസം സന്ധിക്കും വരയ്ക്കും വണക്കം. ഓക്കെയാ? അപ്പോൾ ഇന്നത്തെ തിരി കഴിഞ്ഞു. നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, ബായ്.